ഇത് കാസർഗോഡ് ഞാൻ ചെയ്തിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഞാൻ 3 തരത്തിലുള്ള വീടുകളാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് മുമ്പുള്ള സ്റ്റേജാണ്, പിന്നെ പ്ലാസ്റ്ററിങ്ങിന് ശേഷമുള്ള ഒരു സ്റ്റേജാണ്, പിന്നെയുള്ളത് താമസമുള്ള വീടാണ്. ഈ 3 വീടുകൾക്ക് നമ്മൾ ഒരേ ട്രീറ്റ്മെൻറ്റും ഒരേ കെമിക്കലും ഒരേ റേറ്റും തന്നെയാണ് വാങ്ങുന്നത്. പക്ഷേ നമുക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുകളിൽ പ്ലാസ്റ്ററിങ്ങിന് മുമ്പുള്ള വീടുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് വാറണ്ടി അല്ല, ഗ്യാരണ്ടിയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇൻക്ലൂഡ് വയറിംഗ് ഡാമേജസിന് കൂടിയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അത് വേറെ അതിൻ്റെ ഒരു കാരണം കൂടി ഞാൻ വ്യക്തമാക്കാം. പലരും WBC അതുപോലത്തെ സ്റ്റീൽ ഡോസ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ചെതിൽ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും ഉപയോഗിക്കുന്നത്. മെയിൻ ഡോർ മാത്രമേ മരമുള്ളൂ, അവിടെ മാത്രം എന്തെങ്കിലും ഡ്രിൽ ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എൻക്വയറീസാണ് എനിക്ക് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ എൻക്വയറി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെതലിനും ഉറുമ്പിനും ഭിത്തിനെ വിള്ളലുണ്ടാക്കി, അതായത് ക്രാക്ക് ഉണ്ടാക്കിയിട്ട് കൂട് കൂട്ടാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ ഭാഗവും നമ്മൾ പ്ലിന്ത് ഏരിയ കവർ ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിൽ കവർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് 10 വർഷത്തെ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ.